Good afternoon, children. Welcome back to your biology class. I hope all of you had your lunch. And in today's class, we are going to study the carbon cycle and greenhouse gases or greenhouse effect. Greenhouse effect. Okay, ഈ രണ്ട് ടോപ്പിക്സാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. യെസ്, സോ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ള കാര്യങ്ങൾ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് അതൊന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറൊരു ടൈപ്പ് സൈക്കിളാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലീസ് ലിസൺ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് കാർബൺ സൈക്കിൾ? നമ്മൾ നൈട്രജൻ സൈക്കിൾ പഠിച്ച പോലെ തന്നെയാണ് ഇതിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് ഫസ്റ്റ് വാട്ട് ഈസ് കാർബൺ സൈക്കിൾ ഈസ്. What is carbon cycle? The cyclic back and forth movement of carbon between the atmosphere and the earth. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ നിന്നും എർത്തിലേക്കും തിരിച്ച് എർത്തിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്കുമുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അല്ലെങ്കിൽ കാർബണിൻ്റെ ഈ സൈക്ലിക് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. യെസ്, നെക്സ്റ്റ് നമ്മൾ സൈക്കിൾ പഠിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് which are the forms of carbon in our atmosphere. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഏതൊക്കെ ഫോംസിലാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ദി എലമെൻ്റൽ ഫോം. ഓക്കെ, എലമെൻ്റൽ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ ഫോം, അതായത് പ്യുവറായിട്ട് മറ്റൊരു മെറ്റീരിയലും കലരാതെ പ്യുവറായിട്ട് നമുക്ക് കാർബൺ കാണുന്ന ഫോംസാണ്. ഒന്ന് ഡയമണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയമണ്ട്, അതിൽ പ്യുവർ കാർബൺ ആണുള്ളത്. ദെൻ ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കളർ ഒരു എലമെൻ്റാണ്. ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ പ്യുവർ കാർബൺ. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ എലമെൻ്റൽ ഫോമിൽ, അതായത് പ്യുവർ ഫോമിൽ നമുക്ക് കാർബണിനെ കാണാൻ പറ്റും. ഏതൊക്കെ രൂപത്തിലാണ്? ഡയമണ്ടിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും രൂപത്തിൽ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ദി കമ്പൈൻഡ് ഫോം, അതായത് മറ്റ് എലമെൻസിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കാർബണിനെ കാണാൻ പറ്റും. നോക്കൂ, കാർബൺ ഡയോക്സൈഡ്, കാർബൺ കമ്പൈൻസ് വിത്ത് ടു ആറ്റംസ് ഓഫ് ഓക്സിജൻ അല്ലേ, അങ്ങനെ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നൊരു മോളിക്യൂൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ കമ്പൈൻഡ് ഫോമിൽ നമുക്ക് കാർബണിനെ കാണാൻ പറ്റും. ദെൻ വി ക്യാൻ സീ കാർബൺ ഇൻ ദ ഫോം ഓഫ് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ്, സോൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും രൂപത്തിൽ കാർബണേറ്റ്സ് ആയിട്ട് കാണാം, ഹൈഡ്രജൻ കാർബണേറ്റ് സോൾട്ട്സ് ആയിട്ടൊക്കെ നമുക്ക് കാർബണിനെ അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റും. ദെൻ carbon is the major component of molecules like protein, carbohydrate, fat, nucleic acid and vitamins. Okay, അപ്പോൾ നോക്കൂ, ലിവിങ് തിങ്സിൻ്റെ, അതായത് പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ബോഡിയിൽ കാർബണിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. കാർബൺ എന്ന് പറയുന്നത് പ്രോട്ടീനിലുണ്ട്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻസ്, ഇതിൻ്റെയൊക്കെ ഒരു മേജർ ഭാഗമാണ് ആര്? നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, yes, come to the next point. Carbon is a part of endoskeleton and exoskeleton of various animals. Did you know what is endoskeleton? Endoskeleton എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാണുന്ന സ്കെലിറ്റൻ. സച്ച് ആസ് നമ്മുടെ സ്കെലിറ്റൻ എങ്ങനെയാണ്? നമ്മുടെ സ്കിന്നിൻ്റെയും ഫ്ലഷിൻ്റെയൊക്കെ അകത്താണ് അല്ലേ. ദാറ്റ് ഈസ് എൻഡോ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? ഉള്ളിൽ. ഓക്കെ, എൻഡോസ്കെലിറ്റൻ അതായത് അകത്ത് കാണുന്ന സ്കെലിറ്റൻ. ഓക്കെ, ദെൻ അതേപോലെ എക്സോ മീൻസ് പുറത്ത് എന്നുള്ളതാണ് വേർഡിൻ്റെ മീനിങ്. എക്സോ സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന സ്കെലിറ്റൻ. ചില ആനിമൽസിന് ഷെല്ലുകളൊക്കെ കാണില്ലേ, ഇൻസെക്റ്റുകൾക്ക് ഷെല്ലുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ പുറമേ കാണുന്ന സ്കെലിറ്റൻസിനെയാണ് നമ്മൾ എക്സോ സ്കെലിറ്റൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അകത്ത് കാണുന്ന സ്കെലിറ്റൻ ആയിക്കോട്ടെ പുറത്ത് കാണുന്ന സ്കെലിറ്റൻ ആയിക്കോട്ടെ, അതിൻ്റെ രണ്ടിൻ്റെയും ഒരു മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. ഓക്കെ, യെസ്, അപ്പോൾ കാർബൺ ഏതെല്ലാം രൂപത്തിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. നോക്കൂ, എലമെൻ്റൽ ഫോം, കമ്പൈൻഡ് ഫോം, ദെൻ കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ് സോൾട്ട്, ദെൻ കാർബൺ ഈസ് എ പാർട്ട് ഓഫ് വേരിയസ് ഓർഗാനിക് മോളിക്യൂൾസ് അല്ലേ. ലിവിങ് തിങ്സിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരുപാട് ഓർഗാനിക് മോളിക്യൂൾസിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കാർബൺ ആണ്. ദെൻ കാർബൺ ഫോംസ് എൻഡോസ്കെലിറ്റൻ ആസ് വെൽ ആസ് എക്സോസ്കെലിറ്റൻ ഓഫ് വേരിയസ് ആനിമൽസ്. Now we are going to study the two types of carbon cycle. We can divide the carbon cycle into two. Okay, or we can say there are two types of carbon cycle. First one is the biological carbon cycle. Okay, first one is the biological carbon cycle, and second one is the geological carbon cycle. It is not written in your textbook. Just I written this for simplifying the content. It is given in the textbook. Okay,
So first of all, biological carbon cycle, and second one is the geological carbon cycle. അപ്പോൾ കാർബൺ സൈക്കിൾ രണ്ട് രീതിയിലുള്ളത്, ബയോളജിക്കലും ജിയോളജിക്കലും കേട്ടോ. പിന്നെ നിങ്ങൾ പഠിച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എല്ലാം കൂടി ഒരു മിക്സ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. നമ്മൾ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്തു എന്ന് മാത്രം. ഐ വിൽ ഗീവ് ദിസ് നോട്ട് കേട്ടോ, ഐ വിൽ ഷെയർ ദിസ്, ഡോണ്ട് വറി. യെസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോണ സ്റ്റഡി what is biological carbon cycle. Biological carbon cycle starts from the atmosphere. Okay, our atmosphere contain carbon dioxide, right children? Yes, from the atmosphere plants will absorb the carbon dioxide through the process photosynthesis. You all know that photosynthesis, in photosynthesis plant absorb carbon dioxide and emit oxygen. അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? യെസ്. അപ്പോൾ പ്ലാന്റ്സ് എന്താ ചെയ്യുക, അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കും, എന്നിട്ട് ഓക്സിജനെ പുറത്ത് കളയും. ദെൻ അങ്ങനെ ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡയോക്സൈഡിന് ഉള്ളിലെടുത്തവർ എന്താ ഉണ്ടാക്കുന്നത് പ്ലാന്റ്സിൻ്റെ അകത്ത്? പ്ലാന്റ് ഫുഡ് വിച്ച് ഈസ് കാർബോഹൈഡ്രേറ്റ്. കണ്ടോ? അപ്പോൾ പ്ലാന്റ്സ് അവരുടെ ബോഡിയിൽ ഈ കാർബണിനെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, മറ്റൊരു രൂപത്തിലാക്കുക ചെയ്യണത്, വിച്ച് ഈസ് കാർബോഹൈഡ്രേറ്റ്. ആൻഡ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു വേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഓക്സിജൻ എന്ന് പറയുന്നത്. അത് അവർ പുറന്തള്ളും, അതാണ് നമ്മൾ യൂസ് ചെയ്യണേ. ഓക്കെ, ഓക്സിജൻ അവിടെ ഇരിക്കട്ടെ, ഓക്സിജൻ സൈക്കിളിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എടുത്തു, ആൻഡ് plants make that carbon dioxide or carbon into carbohydrate. Okay, then if that plant is eaten by an animal, ഈ പ്ലാന്റിനെ ഒരു ആനിമൽ കഴിക്കുകയാണ് വെച്ചാൽ എന്താ സംഭവിക്കുക? ആ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ആനിമലിൻ്റെ ബോഡിയിൽ വരും അല്ലേ. ആനിമൽസ് അതെന്താക്കി മാറ്റും? ദേ മേക്ക് ഡിഫറെൻറ്റ് ഓർഗാനിക് മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻ, ഫാറ്റ്, ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻസ് എക്സെട്ര. ഓക്കെ, പ്ലാന്റിൻ്റെ ബോഡിയിലേക്ക് ആ കാർബോഹൈഡ്രേറ്റ് വരുമ്പോൾ, ആ കാർബണിൻ്റെ ആ ഒരു കോമ്പൗണ്ട് വരുമ്പോൾ, അങ്ങനെ അത് പ്ലാന്റിൻ്റെ ബോഡിയിൽ നിന്ന് അനിമലിൻ്റെ ബോഡിയിലേക്ക് എത്തി കാർബൺ. യെസ്, ഇനി നോക്കൂ, അങ്ങനെ ആനിമൽസിൻ്റെ ബോഡിയിൽ അത് പലതരത്തിലുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ഇനി പ്ലാന്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും എന്ത് ചെയ്യും? ശ്വസനം നടത്തും അല്ലേ, റെസ്പിറേഷൻ നടത്തും അവർ. യെസ്, ത്രൂ റെസ്പിറേഷനിലൂടെ ആനിമൽസും പ്ലാന്റ്സും ശ്വസിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് തിരിച്ച് അറ്റ്മോസ്ഫിയറിൽ തന്നെ ചെന്നെത്തുന്നുണ്ട്. മാത്രമല്ല ഈ പ്ലാന്റ്സും ആനിമൽസൊക്കെ ഡീകമ്പോസ് ആവും അല്ലേ, ഡെഡായിട്ട് മണ്ണിൽ വീഴുമ്പോൾ ഡീകമ്പോസിഷൻ സംഭവിക്കുമ്പോഴും ചെറിയ രീതിയിൽ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു പ്ലാന്റ്സും ആനിമൽസും ഡെഡാവുന്നു അല്ലേ, ത്രൂ ഡീകമ്പോസിഷൻ. ഡെഡായിട്ട് മണ്ണിൽ വീഴുമ്പോൾ എന്താ സംഭവിക്കുക? ഡീകമ്പോസ് ആവും അല്ലേ, ദ്രവിക്കും അവർ. അങ്ങനെ ദ്രവിച്ചിട്ട് മണ്ണിൽ അതെന്തായി മാറും എന്നറിയോ? ഫോസിൽ ഫ്യൂവലായിട്ട് മാറും. അതായത് ഡിഫറെൻറ്റ് പെട്രോളിയം പ്രൊഡക്ട്സ്, കോള് ഒക്കെ ഇല്ലേ, കൽക്കരി, അതൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അങ്ങനെ പ്ലാന്റിൻ്റെ ആനിമലിൻ്റെയൊക്കെ ഡെഡ് റിമെയിൻസ് സോയിലിൽ ഒരുപാട് കാലം കിടക്കുമ്പോഴാണ് ഫോസിൽ ഫ്യൂവൽ ഉണ്ടാവുന്നത്. ഇതാണ് നമ്മൾ എടുത്ത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. നമ്മളത് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത് കത്തിച്ചിട്ടാണ് പല എനർജി സോഴ്സസും ആക്കി മാറ്റുന്നത്. സോ ബൈ ബേണിംഗ്, ദ ഹ്യൂമൻസ് ബേൺ ദിസ് ഫോസിൽ ഫ്യൂവൽ. ത്രൂ ബേണിംഗ് സം കാർബൺ ഡയോക്സൈഡ് വിൽ ഗെറ്റ് ബാക്ക് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഫോസിൽ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഒരുപാട് കാർബൺ ഡയോക്സൈഡ് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ എത്തുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ബയോളജിക്കൽ കാർബൺ സൈക്കിൾ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. Yes, next one is the geological carbon cycle. Geological carbon cycle. It starts from the carbon in the atmosphere. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് അല്ല, കാർബൺ സി ആയിട്ട് തന്നെ ഇരിക്കുന്ന എലമെൻ്റൽ ഫോമിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കാർബൺ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഇറ്റ് വിൽ കമ്പൈൻ, ഓർ കാർബൺ ഡയോക്സൈഡും വരും കേട്ടോ, സോറി, കാർബൺ ഡയോക്സൈഡ് ഓർ കാർബൺ, ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് ദി വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് നമ്മളുടെ മഴവെള്ളം ഉണ്ടല്ലോ, അതായത് റെയിൻ ക്ലൗഡ്സിലുള്ള വാട്ടർ, അതുമായിട്ട് കമ്പൈൻ ചെയ്യണു. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ആൻഡ് ദിസ് കാർബോണിക് ആസിഡ് വിൽ ഫോൾ ഓൺ ടു ദി എർത്ത് ആസ് റെയിൻ. ഓക്കെ, കാർബോണിക് ആസിഡ് റെയിൻ ആയിട്ട് എർത്തിലേക്ക് പതിക്കുന്നു. ഇനി എർത്തിലാണെങ്കിൽ ഒരുപാട് റോക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ, പാറക്കെട്ടുകൾ, കല്ലുകളൊക്കെ ഉണ്ടായിരിക്കും. യെസ്, ഈ കാർബോണിക് ആസിഡ് ഇത്തരത്തിലുള്ള റോക്സിൻ്റെ മേലെ വന്ന് വീഴുമ്പോൾ ദ റോക്ക് സ്റ്റാർട്ട് ടു വെതറിങ് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് പാറയൊക്കെ പൊടിയുക, കാരണം ആസിഡാണ് വന്ന് വീഴണത് അല്ലേ റോക്കിൻ്റെ പുറത്ത്. സോ ദ റോക്ക് സ്റ്റാർട്ട് ടു വെതർ മീൻസ് അതിങ്ങനെ പീസായിട്ട് ബ്രേക്കായി പോവുക, റോക്ക് വെതർ ചെയ്യും.
അങ്ങനെ റോക്ക് പൊടിയുമ്പോൾ, കല്ല് പൊടിയുമ്പോൾ അതിൽ നിന്നും സെർട്ടൈൻ അയോൺസ് ആർ റിലീസ്ഡ്. നോക്കൂ, കുറേ അയോണുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ അയോൺസ് ആണ്? കാൽഷ്യം അയോൺ, മാഗ്നീഷ്യം അയോൺ, പൊട്ടാസ്യം അയോൺ, സോഡിയം അയോൺ ഒക്കെ റിലീസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാർബോണിക് ആസിഡ് വന്നിട്ട് എർത്തിൽ പതിക്കുമ്പോൾ അതിലുള്ള അവിടെ ഭൂമിയിലുള്ള റോക്സിൽ വന്നിട്ട് ഈ ആസിഡ് വീഴും. അങ്ങനെ റോക്സ് പൊടിയാൻ തുടങ്ങും, വെതർ ചെയ്യാൻ തുടങ്ങും. പൊടിയുക എന്നുള്ളതിനാണ് വെതറിങ് എന്ന് പറയുക. അങ്ങനെ പൊടിയുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് അയോൺസ് റിലീസ്ഡ് ആവും. ഓക്കെ, ഈ അയോൺസിനെ ആര് എവിടെ എത്തിക്കും എന്നറിയോ? നമ്മുടെ പുഴകൾ. ഓക്കെ, അയോൺസ് ഒക്കെ മണ്ണിലല്ലേ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ മണ്ണിലുള്ള ഈ അയോൺസിനെ നദികളിലൂടെ, നദികളിൽ വെച്ചാൽ ഒഴുകുന്ന വെള്ളമാണ് അല്ലേ, ആ ഒഴുകുന്ന വെള്ളത്തിലൂടെ ദ റിവർ ക്യാരീസ് ദിസ് അയോൺസ് ടു ഓഷ്യൻ. ഈ അയോണുകളെ റിവർ എങ്ങോട്ട് എത്തിക്കും? ഓഷ്യൻ, സമുദ്രത്തിൽ എത്തിക്കുന്നു. ദെൻ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? കാൽഷ്യം അയോൺ കമ്പൈൻഡ് വിത്ത് ദി ബൈകാർബണേറ്റ് അയോൺ ടു ഫോം കാൽഷ്യം കാർബണേറ്റ്. യെസ് ചിൽഡ്രൻ, നോക്കൂ, ഈ അയോൺസിനെയൊക്കെ റിവർ എവിടെ എത്തിക്കും? ഓഷ്യനിൽ എത്തിക്കും അല്ലേ. അതിലെ ഈ കാൽഷ്യം അയോൺ കണ്ടോ, നമ്മുടെ കാർബൺ അടങ്ങിയിരിക്കുന്ന, കാൽഷ്യം കണ്ടോ? കാൽഷ്യം അയോണ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? ബൈകാർബണേറ്റ് അയോൺസ്. ഇത് നമ്മുടെ ഓഷ്യനിൽ ഉള്ളതാണ് ബൈകാർബണേറ്റ് അയോൺസ്. സോ കാൽഷ്യം അയോൺ കമ്പൈൻ വിത്ത് ബൈകാർബണേറ്റ് അയോൺ ആൻഡ് ഫോം കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യും. ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് പല മറൈൻ ആനിമൽസിൻ്റെ, അതായത് കടലിൽ കാണുന്ന ഷെല്ലുള്ള ആനിമൽസ് ഉണ്ടല്ലോ, നമ്മൾ മൊളസ്ക്, ഈ കക്ക, കല്ലുമ്മക്കായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ ഷെല്ലോട് കൂടിയിട്ടുള്ള ആനിമൽസാണ് അല്ലേ. യെസ്, അവരുടെയൊക്കെ ആ ഷെല്ല് ഫോം ചെയ്യുന്നത് ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് കേട്ടോ. കാൽഷ്യം കാർബണേറ്റ്, അതിൽ കാർബൺ ഉണ്ട് കണ്ടോ. യെസ്, കാൽഷ്യം കാർബണേറ്റ്. സോ ഈ കാൽഷ്യം കാർബണേറ്റ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഫോംസ് ദി ഷെൽ ഓഫ് മറൈൻ ആനിമൽസ്. മറൈൻ ആനിമൽസ്, കടലിൽ ജീവിക്കുന്ന ഒരുപാട് ആനിമൽസിൻ്റെ ഷെല്ല് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദി ആനിമൽ, ഈ മറൈൻ ആനിമൽസ് ഡെഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ ദ ഡെത്ത് ദ ഷെൽ ഓഫ് ദ ആനിമൽ ഇവിടെ ഫോം എന്നുണ്ട്. ഓക്കെ, ഫോം എ പാർട്ട് ഓഫ് സെഡിമെൻറ്റ് ഓൺ എർത്ത്. യെസ്, ഇത് ഈ ഷെല്ലോട് കൂടിയ ജീവികൾ ചത്ത് മണ്ണിൽ വീഴുമ്പോൾ അത് ഭൂമിയുടെ ഒരു ഭാഗമായിട്ട് മാറും. ഭൂമിയിലുള്ള സെഡിമെൻറ്റിൻ്റെ ഒരു ഭാഗം, അതായത് ഭൂമിയിൽ അലിഞ്ഞ് ചേർന്നിട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഓവർ ടൈം ദ സെഡിമെൻറ്റ് ബിക്കം ലൈം സ്റ്റോൺ. ഓക്കെ ചിൽഡ്രൻ, നോക്കൂ, അങ്ങനെ കാലക്രമേണ ഒരുപാട് വർഷങ്ങളെടുത്ത് ആ സെഡിമെൻറ്റ്, മണ്ണിൽ അലിഞ്ഞിരിക്കുന്ന ആ ഷെല്ലിൻ്റെ ഭാഗങ്ങളൊക്കെ എന്തായി മാറും? ഇറ്റ് വിൽ ബിക്കം ലൈം സ്റ്റോൺ. ഓക്കെ, ലൈം സ്റ്റോൺ ആയി മാറും. ദെൻ വാട്ട് ഹാപ്പൻ ടു ദി ലൈം സ്റ്റോൺ? യെസ്, limestone melt under high temperature in the earth crust and CO2 is released. കണ്ടോ, ഈ ലൈംസ്റ്റോണിലാണ് ഇപ്പോൾ കാർബൺ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈംസ്റ്റോൺ ഇപ്പോൾ എവിടെയാ? എർത്തിൻ്റെ അടിയിലാണ്. കാരണം ഈ ആനിമലൊക്കെ ഡെഡായിട്ട് എർത്തിൽ വീണു, അതിന് ശേഷം അത് മണ്ണിൻ്റെ ഒരു ഭാഗമായി. അങ്ങനെ മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ഫൈനലി അത് ലൈംസ്റ്റോൺ ഫോം ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ ലൈംസ്റ്റോൺ എർത്തിൻ്റെ ക്രസ്റ്റ്, അതായത് മണ്ണിൻ്റെ എന്താ പറയുക, എർത്തിൻ്റെ ഏറ്റവും ഇന്നർ ലെയേഴ്സിലാണ് ഈ ലൈം സ്റ്റോൺ ഉണ്ടാവുക. അപ്പോൾ എർത്തിൻ്റെ ഇന്നർ ലെയേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിവിടെ കാണുന്ന പോലെ നല്ല കൂളായിട്ടുള്ള, അല്ലെങ്കിൽ അത്ര ചൂടില്ലാത്ത ഒരു എൻവയോൺമെൻ്റ് അല്ല. നല്ല ചൂടുണ്ടായിരിക്കും, ഹൈ ടെമ്പറേച്ചറാണ്. നിങ്ങൾക്ക് അറിയാം അല്ലേ, തിളച്ച് പൊങ്ങുന്ന കണ്ടീഷനായിരിക്കും എർത്ത് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലൈം സ്റ്റോൺ ആ ടെമ്പറേച്ചർ തട്ടിയിട്ട് എന്ത് ചെയ്യും? ദി സ്റ്റാർട്ട് ടു മെൽറ്റ്, ഉരുകാനായിട്ട് തുടങ്ങും. അങ്ങനെ ഉരുകുമ്പോൾ ആ ലൈം സ്റ്റോണിനകത്ത് ഉള്ള കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ആവും കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടായിട്ടുള്ള ഈ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വരിക? അതിനൊരു വഴിയുണ്ട്, നോക്കൂ. ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ ദീസ് കാർബൺ ഡയോക്സൈഡ് ഗെറ്റ് ബാക്ക് ടു അറ്റ്മോസ്ഫിയർ. അതായത് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അഗ്നിപർവ്വതങ്ങൾ പൊട്ടുക. അങ്ങനെ പൊട്ടുമ്പോൾ ഈ എർത്ത് ക്രസ്റ്റിൻ്റെ അടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ കാർബൺ ഡയോക്സൈഡ് തിരിച്ച് എങ്ങോട്ട് തന്നെ എത്തും? അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ എത്തും. സോ ദിസ് ഈസ് ദി ജിയോളജിക്കൽ കാർബൺ സൈക്കിൾ. ഐ ഹോപ്പ് ഇതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന്. ഓക്കെ, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ മഴവെള്ളമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ആവും. അത് മഴയായി ഭൂമിയിൽ പെയ്യും. ഭൂമിയിലുള്ള കല്ലിൻ്റെ മേലെ ഈ കാർബോണിക് ആസിഡ് വീഴുമ്പോൾ റോക്ക് പൊടിയാൻ തുടങ്ങും അല്ലേ, വെതറിങ് തുടങ്ങും. അങ്ങനെ ആ റോക്കിൽ നിന്നും പല ടൈപ്പ് അയോൺസ് റിലീസ്ഡ് ആവും.
കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം പോലുള്ളത്. ഓക്കെ, ഈ അയോൺസ് ഒക്കെ എന്താണ് നമ്മുടെ പുഴ വെള്ളത്തിലൂടെ എവിടേക്ക് എത്തും? ഓഷ്യനിലെത്തും. ഓഷ്യനിൽ ഓൾറെഡി ബൈകാർബണേറ്റ് അയോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ ബൈകാർബണേറ്റ് അയോണിൻ്റെ കൂടെ കാൽഷ്യം എന്ന് പറയുന്ന അയോൺ കമ്പൈൻ ചെയ്യുകയും കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, യെസ്, ദിസ് കാൽഷ്യം കാർബണേറ്റ് ഫോം ദി ഷെൽ ഓഫ് മറൈൻ ആനിമൽസ്. ഓക്കെ, മറൈൻ ആയിട്ടുള്ള ആനിമൽസിൻ്റെ ഷെൽ ഫോം ചെയ്യുന്നത് ഈ കാൽഷ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദീസ് ആനിമൽസ് ദി കാൽഷ്യം കാർബണേറ്റ്, അല്ലേ, ആ കാൽഷ്യം കാർബണേറ്റ് മണ്ണിൻ്റെ ഒരു ഭാഗമാവും, ബിക്കം എ പാർട്ട് ഓഫ് സെഡിമെൻറ്റ് ഓഫ് എർത്തിൻ്റെ സെഡിമെൻറ്റിൻ്റെ ഒരു ഭാഗമായി മാറും. ദെൻ ഓവർ ടൈം, ഓക്കെ, ഓവർ സെവറൽ ഇയേഴ്സ് ദാറ്റ് ബിക്കം ലൈംസ്റ്റോൺ. ആ സെഡിമെൻറ്റ് എന്തായി മാറും? ലൈംസ്റ്റോൺ ആയി മാറും. ഓക്കെ, യെസ്, ചുണ്ണാമ്പുകല്ല് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? യെസ്, ലൈംസ്റ്റോൺ ആയിട്ട് മാറും. ഇനി ഈ ലൈംസ്റ്റോൺ മണ്ണിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്, അല്ലേ, ഭൂമിയുടെ ഏറ്റവും ലോവർ ലെയറിലാണ് ഇരിക്കുന്നത്. അവിടെ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈയാണ്, അതായത് നല്ല ചൂട് ഒരു അവസ്ഥയാണ്, തിളച്ചു പൊങ്ങുന്ന അവസ്ഥയാണ്. സോ ദ ലൈം സ്റ്റോൺ ഗ്രാജുവലി സ്റ്റാർട്ട് ടു മെൽറ്റ്. ഓക്കെ, ഉരുകാനായിട്ട് തുടങ്ങും. ആൻഡ് ആ ലൈം സ്റ്റോണിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായിട്ട് റിലീസ്ഡ് ആവും. ഇനി മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ റിലീസായ, ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നത് വോൾക്കാനിക് ഇറപ്ഷൻ വഴിയാണ്. അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് എർത്തിൽ അറ്റ്മോസ്ഫിയറിൽ തന്നെ വരും. സോ ദിസ് ഇസ് ദി ജിയോളജിക്കൽ കാർബൺ സൈക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ബയോളജിക്കൽ കാർബൺ സൈക്കിൾ പഠിച്ചു, അത് ഈസിയാണ്. അതേപോലെ തന്നെ ജിയോളജിക്കൽ കാർബൺ സൈക്കിൾ. ദെൻ നൗ എ ഡേയ്സ്, ഇപ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് ഫോസിൽ ഫ്യൂവൽ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്. യെസ്, ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ബേണിങ് വളരെ കൂടുതലാണ് ഇപ്പോൾ. അതായത് നമ്മളുടെ പെട്രോൾ, ഇന്ന് വണ്ടിയില്ലാത്ത ഒരാളില്ല അല്ലേ, എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ അതിലെന്താ സംഭവിക്കണേ? പെട്രോളിൽ കത്തുകയാണ് ചെയ്യണത് അല്ലേ, കമ്പഷനാണ് സംഭവിക്കണത്. അപ്പോൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ്ഡ് ആവുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കുകൾ നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫോസിൽ ഫ്യൂവലുകൾ ബേൺ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് എനോർമസ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഗെറ്റിംഗ്. യെസ്, വാട്ട് ഹാപ്പൻ വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയർ ചിൽഡ്രൻ? ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിഞ്ഞ് എന്താ സംഭവിക്കുക? കമ്മിങ് ടു ദി നെക്സ്റ്റ് പോയിന്റ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓക്കെ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. വാട്ട് ഈസ് ഗ്രീൻ ഹൗസ്? എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് പറയാം? അതായത് സംഭവം നമ്മളുടെ ഇവിടെ നാട്ടിലുള്ളതല്ല കേട്ടോ. അതായത് നല്ല തണുപ്പുള്ള കോൾഡൻ കൺട്രീസിൽ, അതായത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മുടെ ഇവിടെ കാണുന്ന ട്രോപ്പിക് പ്ലാന്റ്സിന്, അതായത് ചൂട് കാലാവസ്ഥയിൽ വളരുന്ന ചെടികളെ വളർത്താൻ വേണ്ടിയിട്ട് വെള്ളക്കാർ എന്ത് ചെയ്തു? നല്ല ഗ്ലാസിൻ്റെ ചില്ലുകൂട്, അല്ലേ, ചില്ലുകൊണ്ടുണ്ടാക്കിയ നല്ല എന്താണ് ചെറിയ ഹൗസ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി. അതിനെയാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് കേട്ടോ. In colder climatic areas, people construct glass houses to grow tropic plants. അതായത് നമ്മുടെ ഇവിടെ കാണുന്ന ചൂട് കാലത്തിൽ ചൂട് ക്ലൈമറ്റിൽ വളരുന്ന പ്ലാന്റ്സിനെ അവിടെ വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ ഗ്രീൻ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്തത്. അത് ഗ്ലാസ് ഹൗസസ് ആണ് ഗ്രീൻ ഹൗസസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ അതിൻ്റെ ഉള്ളിലെ പ്രത്യേകത എന്താ വെച്ചാൽ സൂര്യപ്രകാശം അകത്തേക്ക് വരും, പക്ഷേ അതിൻ്റെ ഹീറ്റ് പുറത്തേക്ക് പോവില്ല. ആ ഗ്ലാസ് അതിനെ ട്രാപ്പ് ചെയ്ത് നിർത്തും. ഓക്കെ, അപ്പോൾ ആ ഗ്ലാസ് ഹൗസിൻ്റെ അകത്ത് നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ ഈ ചൂട് കാലത്ത് വളരുന്ന പ്ലാന്റ്സിന് അവിടെ വളരാൻ നല്ല സുഖമായിരിക്കും. ഓക്കെ, അപ്പോൾ പുറത്ത് എത്ര തണുപ്പായാലും ഈ ഗ്രീൻ ഹൗസിൻ്റെ അകത്ത് ഒരു ചൂട് നിലനിൽക്കും. അതാണ് സംഭവം. ഓക്കെ, ഇതേ പേരുള്ള ഒരു നാച്ചുറൽ ഫിനോമിന എന്ന് പറയാൻ പറ്റില്ല, നൗ ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഓക്കെ, ഒരു അറ്റ്മോസ്ഫിയറിക് ഫിനോമിനയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഓക്കെ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് എ അറ്റ്മോസ്ഫിയറിക് ഫിനോമിന. Some gases prevent the escape of heat from the earth and cause an increase in an atmospheric temperature. യെസ്, ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. അതായത് ഇതിപ്പോൾ നമ്മുടെ എർത്താണെന്ന് വിചാരിക്കുക, ഇത് സൂര്യൻ. ഓക്കെ, അപ്പോൾ സൂര്യനിൽ നിന്നും ഇങ്ങനെ ഹീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഹീറ്റ് ശരിക്കും അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകണം കുറച്ചൊക്കെ കേട്ടോ. എന്നാൽ മാത്രമാണ് ഇവിടെ എന്താണ് നമുക്ക് ജീവികൾക്ക് സഹിക്കാൻ പറ്റുന്നൊരു ചൂട് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ചില ഗ്യാസസ് ഇങ്ങനെ നമ്മളുടെ കാരണം തന്നെ, നമ്മുടെ പല പ്രവൃത്തികളും കാരണം ചില ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുകയും ഈ സൂര്യനിൽ നിന്നും വരുന്ന ഈ ഹീറ്റ് തിരിച്ച് അങ്ങോട്ടേക്ക് പോവാതെ അത് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വിടുകയാണ്. ഓക്കെ, തിരിച്ച് സ്പേസിലേക്ക്, ഔട്ടർ സ്പേസിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. സോ വാട്ട് ഹാപ്പൻ? ദി അറ്റ്മോസ്ഫിയർ ബിക്കം
ഹോട്ട് അല്ലേ, നല്ല ഹീറ്റായി മാറും. ഈ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് സം ഗ്യാസസ് വാട്ട് ഹാപ്പൻ, ഹീറ്റ് വിൽ നോട്ട് എസ്കേപ്പ് ഫ്രം ദി എർത്ത്. ഓക്കെ, എർത്തിൽ നിന്നും ഹീറ്റ് എസ്കേപ്പ് ചെയ്ത് പോവില്ല. എങ്ങോട്ട്? ഔട്ടർ സ്പേസിലേക്കാണ് പോണത്. അങ്ങനെ പോകണം ശരിക്കും, എന്നാലാണ് ഇവിടെ നമുക്കൊരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു എന്താ ചൂട് നമുക്ക് പറ്റുള്ളൂ, നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നൊരു ചൂട് കിട്ടുള്ളൂ. പക്ഷേ ഇപ്പം എന്താണ് അവസ്ഥ അല്ലേ, ഉച്ച സമയമായ 40-50 ഡിഗ്രി സെൽഷ്യസ് ആണ് പോണത്. യെസ്, നമ്മുടെ പാലക്കാട് അതിനേക്കാൾ കൂടും നമ്മുടെ സമ്മർ സീസൺ എടുത്ത് നോക്കിയാൽ. എന്താ സംഭവിക്കുന്നത്, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പല തരത്തിലുള്ള ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വന്നിങ്ങനെ കവർ ചെയ്തിട്ട് ഈ ഹീറ്റിനെ ഔട്ടർ സ്പേസിലേക്ക് പോകാൻ സമ്മതിക്കാതെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ എർത്ത് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ടു ബേൺ അല്ലേ, അല്ലെങ്കിൽ എന്താണ്, സ്റ്റാർട്ട് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. യെസ്, ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതിനാണ് CO എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. ദെൻ CFCയുടെ ഫുൾ ഫോം ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നാണ് കേട്ടോ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്കെ, നിങ്ങൾ CFCs എന്ന് പഠിച്ചാലും മതി. ഓക്കെ, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ, ഈ ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടിയില്ലേ? കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇറ്റ് ലീഡ് ടു ഗ്രീൻ ഹൗസ് എഫക്റ്റ്. കണ്ടോ, കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഇങ്ങനെ വന്ന് നിന്നാൽ മതി. കാർബൺ ഡയോക്സൈഡ് ചൂടിനെ പുറത്തേക്ക് ഔട്ടർ സ്പേസിലേക്ക് വിടില്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ദെൻ ചിൽഡ്രൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് തന്നെയാണ് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രീൻ ഹൗസ് എഫക്റ്റാണ് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Increased greenhouse effect due to the increase in carbon dioxide cause the temperature increase in temperature. This is called global warming. ഓക്കെ, അതായത് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇങ്ങനെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കൂടുതൽ ഗ്യാസസ് വന്ന് നിറയണു, അവരൊന്നും ഹീറ്റിനെ ഔട്ടർ സ്പേസിലേക്ക് പോവാതെ ഭൂമിക്ക് ചുറ്റും തന്നെ ട്രാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് അല്ലേ, അങ്ങനെ കൂടിയ ടെമ്പറേച്ചർ ആവുന്ന, ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിട്ട് കൂടുന്നു അല്ലേ, അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, സോ ഐ ഹോപ്പ് ടുഡേയ്സ് ക്ലാസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ഫോർ യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. യെസ്, സോ ഫോർ ടുഡേ യു വാണ്ട് ടു മേക്ക് നോട്ട്സ് ഓൺ കാർബൺ സൈക്കിൾ. നിങ്ങൾ നൈട്രജൻ സൈക്കിൾ ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ കാർബൺ സൈക്കിളിൻ്റെ നോട്ട്സ് ഉണ്ടാക്കുക. അതുപോലെ സൈക്കിൾ ഞാനിത് പോസ്റ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾ നോട്ടിലേക്ക് പകർത്തുക. അപ്പോൾ നോട്ട്സ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, ദെൻ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ നേരത്തെ എന്താണ് നമുക്ക് ഗൂഗിൾ മീറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഞാൻ അപ്പോഴത്തെ ഒരു കൺവീനിയൻസ് പോലെ നോക്കാം. ഞാനിപ്പോൾ സ്കൂളിലാണുള്ളത്, ദാറ്റ്സ് വൈ. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് ഒന്ന് നിങ്ങളെ മനസ്സിലായോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ സീ യു. Until then, bye children, take care.